ഇന്ന് ഈസ്റ്ററിൻ്റെ സ്പൈസസ് വെച്ചുകൊണ്ട് ഒരു പാലക്കാടൻ രസകാലനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. പച്ചക്കായ, മത്തൻ, ചേന, കുമ്പളങ്ങ ഇതെല്ലാം കൂടെ ഒരു 3 കപ്പോളം വരുന്ന പാകത്തിൽ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പുളിവെള്ളം, ഉപ്പ്, ഈസ്റ്റേൺ മഞ്ഞൾപ്പൊടി, ഈസ്റ്റേൺ മുളക് പൊടി, തൈര്, ശർക്കര, തേങ്ങ ചിരകിയത് 1 കപ്പ്, പച്ചമുളക്, ഈസ്റ്റേൺ ജീരകപ്പൊടി, വെളിച്ചെണ്ണ, കടുക്, കരിവേപ്പില, വറ്റൽമുളക്, വെള്ളം. പുളിവെള്ളത്തിലാണ് പച്ചക്കറികൾ ഞാൻ വേവിക്കാൻ പോകുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. കളറിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസ്റ്റേണിൻ്റെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഈസ്റ്റേൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളകും, ജീരകം ഉണ്ടെങ്കിൽ ജീരകടം, ഞാൻ ഈസ്റ്റേണിൻ്റെ ജീരകപ്പൊടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതും കുറച്ച് ഉപ്പും, പേരിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. തേങ്ങയുടെ അരപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പച്ചക്കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച തേങ്ങയില്ലേ, ആ അരപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അരപ്പൂടെ ചേർത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയുടെ പച്ചമണം ഒന്ന് പോകുന്ന വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തൈര്, നല്ല പുളിയുള്ള തൈര് കൂടെ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് താളിക്കണം. ഫൈനലി നമ്മുടെ രസകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രുചിയുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.